അമ്മ ഇത്രയും പറഞ്ഞിട്ട് മോന് വിശ്വാസമില്ലെങ്കിൽ അമ്മ വേറൊരു കാര്യം കൂടെ പറയട്ടെ. പറ. എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയുന്ന ആളാണ്. അല്ല. ഒരു 500 രൂപ ഇങ്ങോട്ട്. ഇല്ല. അതാണ് പറഞ്ഞത്. അല്ല, കൈനാട്ടക്കാരാണെ സത്യം പറയുന്ന തത്ത ഉണ്ടാവും. നിങ്ങളുടെ ഈ സത്യം പറയുന്ന തത്ത ഉണ്ടോ? എന്റെ കയ്യിലും ഉണ്ടായിരുന്നു സത്യം പറയുന്ന തത്ത. എന്നിട്ടാ തത്ത എന്തേ? പറത്തി വിട്ടു. സത്യം പറഞ്ഞ തത്തെ പറത്തി വിട്ടെന്നോ? ഞാൻ ഒരുത്തന്റെ കൈ നോക്കി ലക്ഷണം പറഞ്ഞ് അവർ 2000 രൂപ ദക്ഷിണായിട്ട് വെച്ചപ്പോ ഈ നാശം പിടിച്ച തത്ത പറയുക, ചേട്ടന്റെ കാശ് പോയി, ചേട്ടന്റെ കാശ് പോയി. അപ്പൊ തന്നെ ഞാൻ ആ തത്തയെ പറത്തി വിട്ടു. പാവം തത്ത ഇപ്പൊ ഏതേലും മരക്കൊമ്പി കയറി ഇരിക്കുമായിരിക്കും. ഏത് മരക്കൊമ്പി കയറിയിരിക്കേ? അത് എന്ന് ഞാൻ ആരുടെങ്കിലും കൈ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇവിടെ വരും. അതാണ് സ്നേഹം. സ്നേഹം കൊണ്ടല്ല, എന്റെ തലയ്ക്ക് മീതെ ഒന്ന് വട്ടം ഇട്ട് പറഞ്ഞിട്ട് പറയും, കാശ് കൊടുക്കല്ലേ ഉടായിപ്പ്, കാശ് കൊടുക്കല്ലേ ഉടായിപ്പ്. എന്ത് ചെയ്യും? അല്ല, നിങ്ങൾക്ക് മഷിനോട്ടം അറിയോ? ഈ മഷി നോട്ടൊക്കെ എളുപ്പമുള്ള കാര്യമല്ലേ മോനെ. ഒരു പേന തുറക്കണം, എന്നിട്ട് എന്റെ റീഫില്ലർ വെട്ടത്ത് വെച്ച് നോക്കിയാൽ കാണാം. പേനയുടെ മഷിനോട്ടത്തിന്റെ കാര്യമല്ല പറഞ്ഞ ശാസ്ത്രം. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ ഇപ്പൊ അതുകൊണ്ട് ഞാൻ പോവാ. മോനെ, 6 മാസത്തിനുള്ളിൽ നീ അംബാനിയെ പോലെ ജീവിക്കും. രാജാവായി വാഴോടാ മോനെ, നീ രാജാവ്. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോവരുത്. നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. നിങ്ങൾ എന്റെ അമ്മയുടെ ആരേലും ആണോ? എന്തോ അങ്ങനെ ചോദിച്ചാ? എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, നാശത്തിലേക്കാടാ നിന്റെ പോക്ക്, നാശത്തിലേക്കാടാ. ആ പറയുന്നവരെ ഒക്കെ ഇനി മാറ്റി പറയും. തെക്കീന്നൊരു പെണ്ണ് വരും, ഒന്നും നോക്കണ്ട, കൈ കൊടുത്തോ കല്യാണം നടത്തിക്കോ. രാജാവായി വാഴ്വടാ മോനെ, നീ രാജാവ്. സത്യം? സത്യമായിട്ടും. പിന്നെ അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതല്ല, ഇത്രേ ഉള്ളൂ. രാജാവ്, മഹാരാജാവ്. രാജാവ്. ഞാൻ പോന്നേ. മോളെ, മോളെ, മോളെ. ആരായി പോകുന്നേ? കാവിലെ ഭഗവതി നേരിട്ടിറങ്ങി പോകുന്നു. നാട്ടുകാർക്ക് കൺഫ്യൂഷൻ അടിച്ചു പോവുമല്ലോ. ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇറങ്ങി പോവുകയാണെന്നേ പറയൂ. എന്താ എന്നെ വിളിച്ചായിരുന്നോ? അപ്പൊ വിളി കേട്ടിട്ടാണ് അവിടെ നിന്നത്. ആ മോള് കൈതാ. അമ്മ കൈ നോക്കി സത്യം പറയാം. അമ്മ സത്യം മാത്രമേ പറയുള്ളൂ? അല്ല, ചില സമയത്ത് കള്ളവും പറയും. അതേ സമയം മോൾ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോ കാവിലെ ഭഗവതിയാണെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ കള്ളങ്ങൾ. മോള് കൈ ഇങ്ങത്താ. മോളെ, മോളുടെ സമയം മാറി മറിയാൻ പോകുന്നു. കല്യാണത്തിന് പറ്റിയ സമയമാണ് ഇപ്പം. ആര് പറഞ്ഞു? ജാതകത്തിൽ 28 വയസ്സിലാണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ആണോ? ആണ്. നോക്കട്ടെ. പക്ഷോ ആ കല്യാണം നടക്കാൻ പാടില്ല. അതെന്ത്? ആ കല്യാണം നടന്ന മോളുടെ ഭർത്താവിന്റെ അമ്മാമ പുറകിന്ന് വാൾ വെച്ച് കുത്തി കൊല്ലും. നിന്റെ ഭർത്താവിന്റെ അനിയൻ നിന്നെ കെട്ടിയിടും. നിന്റെ അമ്മായിയമ്മ നദിയിൽ കൂടെ കുഞ്ഞുമായി ഒഴുകി ഞാൻ കാണുന്നത്. അത് ഞാൻ എപ്പോഴേ കണ്ട്. എങ്ങനെ? ബാഹുബലി. ഈ ഹരിതകർമ്മ സേനയുടെ പുനർജന്മമാണ്. ഹരിതകർമ്മസേനയല്ല, എന്തോ ഒരു സേനയായിരുന്നോ? ദേവസേന. ആ സേന. പിന്നെ 3-ാം ഭാവം കഴിഞ്ഞു. ദൃശ്യത്തിന്റെ അല്ലെന്ന്. ചന്ദ്രൻ ഇപ്പൊ 4-ാം ഭാവത്തിലാ. വടക്കീന്നൊരു ചെറുക്കം വരും. ഒന്നും നോക്കട്ടെ, കൈ കൊടുത്തോ കല്യാണം നടത്തിക്കോ.